ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസം 24 തീയതി ചൊവ്വാഴ്ച. അന്ന് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ 2ാം തിരുവുത്സവമാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ ഭഗവതിയുടെ ഏതു പാട്ടാണ്, കണ്ണകി ചരിതത്തിന്റെ ഏതു ഭാഗമാണ് പാടുന്നത് എന്നുള്ളതും ഓരോ ദിവസവും നമ്മൾ ജപിക്കേണ്ടുന്നതായ നാമവും അതാണ് പറയുന്നത്. നാളെയാണ് 24 തീയതി ചൊവ്വാഴ്ച. ഇന്ന് 23 തീയതി തിങ്കളാഴ്ച. ഇന്ന് ഏത് നാമം ജപിക്കണമെന്നുള്ള ആ ഒരു കാര്യം ഞാൻ ഇന്നലെ വീഡിയോയായി ഇട്ടിരുന്നു. ഇന്ന് ഭഗവതിയെ കൊടുങ്ങല്ലൂരിൽ നിന്നും ആവാഹിക്കുകയും ഉടവാളിൽ ആവാഹിച്ച് കാപ്പ് കെട്ടി കുടിയിരുത്തുകയും ചെയ്തു. അതിനുശേഷം തോറ്റം പാട്ട് എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടും. കണ്ണകി ചരിതമാണ് ഓരോ ദിവസമായി പാടുന്നത്. ഇന്ന് പാടിയത് മഹാദേവിയുടെ ആ ഒരു സൗന്ദര്യത്തെ പറ്റിയും ദേവിയെ പറ്റിയിട്ടുള്ള വർണ്ണനയുമാണ്. പാട്ട് തുടങ്ങി വെക്കുകയാണ് ഇന്ന് ചെയ്തത്. കാവേരി പൂമ്പട്ടണം എന്ന ആ ഒരു കൊച്ചു നഗരത്തിലെ ഒരു കപ്പൽ വ്യാപാരിയുടെ മകളാണ് കണ്ണകി. അതീവ സൗന്ദര്യമുള്ള ഒരു കൊച്ചുകുട്ടിയാണ് കണ്ണകി. കണ്ണകിക്ക് 12 വയസ്സായി. ആ സമയത്ത് അച്ഛനായ വ്യാപാരി കുഞ്ഞിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി വിവാഹം ആലോചിക്കുന്നു. ആ പട്ടണത്തിൽ തന്നെയുള്ള മറ്റൊരു ധനികനായ വ്യാപാരിയാണ് കോവലൻ. കോവലന് 16 വയസ്സാണ് ആ സമയത്ത് പ്രായം. കണ്ണകിക്ക് 12. അങ്ങനെ ഇവര് തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കുന്നു. 2 വീട്ടുകാർക്കും വലിയ സമ്മതമാണ്. കണ്ണകിക്കും കോവലനും ഇഷ്ടപ്പെട്ടു. 2 പേരും ധനിക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല സുഖ സൗകര്യത്തിലാണ് 2 പേരും ജീവിക്കുന്നത്. അതിസുന്ദരിയാണ് കണ്ണകി. നിറയെ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് ആ വലിയ വീട്ടിൽ ഓടി നടക്കുന്ന കണ്ണകിയെയാണ് ഇന്ന് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. 2026 ഫെബ്രുവരി മാസം 24 തീയതി ചൊവ്വാഴ്ചയായ നാളെ കണ്ണകിയുടെ വിവാഹം നിശ്ചയിച്ചതിനു ശേഷം കണ്ണകിക്ക് ധാരാളം ആഭരണങ്ങളും ആടകളും വാങ്ങുന്നു. ആ ആഭരണങ്ങളെ പറ്റിയിട്ടും ആടകളെ പറ്റിയിട്ടുമാണ് നാളെ വർണ്ണിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ നിങ്ങൾ കൊച്ചു കണ്ണകിയുടെ കൂടെ ആകണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് നിങ്ങൾ ആ കണ്ണകിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ ഒരു ആനന്ദത്തിലാണ്. ആ കുട്ടിയുടെ തോഴിയായി, ആ കുട്ടിയുടെ സഹോദരിയായി, കൂട്ടുകാരിയായി അല്ലെങ്കിൽ അമ്മയായി ഒക്കെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരിയുടെ വിവാഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹമാണ്. ചിന്തിക്കുക. ആ കൂട്ടുകാരിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എല്ലാം തന്നെ നമ്മൾ മേടിക്കുന്നു. അതാണ് നാളെ പാടാൻ പോകുന്നത്. ധാരാളം ആഭരണങ്ങളാണ് അച്ഛൻ മേടിച്ചു കൊടുക്കുന്നത്. മുത്തും മരതകവും മാണിക്യവും പവിഴവുമൊക്കെ ഉള്ള ആഭരണങ്ങൾ, ധാരാളം പട്ടുവസ്ത്രങ്ങൾ. നമുക്ക് എണ്ണാൻ സാധിക്കത്തില്ല. അത്ര മനോഹരമായ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് കൊച്ചു കണ്ണകിയെ മൂടുകയാണ്. അതീവ വിശിഷ്ടമായ ചിലമ്പുകൾ വാങ്ങുന്നുണ്ട്. ആ ചിലമ്പിനകത്ത് വിശേഷപ്പെട്ട രത്നങ്ങളാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ആഭരണങ്ങൾക്കകത്തും നിരവധി രത്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ആഭരണങ്ങളാണ് മേടിക്കുന്നത്. വളരെ കൗതുകകരമായ, മറ്റാർക്കുമില്ലാത്ത തരത്തിലുള്ള, വളരെ രാജകീയമായ പ്രൗഢിയോട് കൂടിയിട്ടുള്ള ആടകൾ കണ്ണകിക്ക് വാങ്ങുന്നു. അങ്ങനെ വിവാഹ ഒരുക്കം തകൃതിയായി നടക്കുകയാണ്. അടുത്ത ദിവസം വിവാഹമാണ്.
ധാരാളം ബന്ധുജനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വരന്റെ വീട്ടുകാര് വധുവിന്റെ വീട്ടിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അവിടെയും വലിയ ആനന്ദമാണ്, വിശേഷമാണ്. പ്രത്യേകിച്ച് കോവലന്റെ വീട്ടിലും ധാരാളം ധനമുള്ള ഒരു വീടാണ്, വ്യാപാരിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷപൂർവമായിട്ടാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത്. അങ്ങനെ വരന്റെ വീട്ടിൽ നിന്നും ആളുകള് വധുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. എങ്ങും നൃത്തവും പാട്ടും വലിയ സദ്യയുമൊക്കെയായി ആ വിവാഹ തലേന്ന് വളരെ കെങ്കേമമായി അവിടെ ആഘോഷിക്കുന്നു. ആ വിവാഹ ചടങ്ങിൽ, അതായത് നാളെയാണ് വിവാഹം, ഇന്ന് അതിന്റെ തലേ ദിവസത്തെ ആഘോഷങ്ങൾ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, കണ്ണകിയുടെ കൂടെ നിങ്ങൾ വസ്ത്രങ്ങൾ മേടിക്കാനായി പോകുന്നു, ആഭരണങ്ങൾ മേടിക്കാനായി പോകുന്നു. ഇതൊക്കെ കണ്ണകിയെ ഇട്ടു നോക്കിക്കുന്നു, അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു. കൊച്ചു കണ്ണകിക്ക് നാണം വരുന്നു, നിങ്ങൾ കളിയാക്കുന്നു. ധാരാളം ഗസ്റ്റുകളൊക്കെ വരുന്നു, അവരെ സ്വീകരിക്കുന്നു. ധാരാളം പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ, വിശിഷ്ടങ്ങളായ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം അവിടെയുണ്ട്. ധാരാളം അതിഥികൾ വരുന്നു, അവരെ സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരു കല്യാണ വീടിന്റെ തലേ ദിവസം എങ്ങനെയാണോ ആ ഒരു ആഘോഷത്തിൽ നിങ്ങളുടെ മനസ്സും പങ്കെടുക്കണം. കോവലന്റെ വീട്ടുകാർ വരുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവരെ സ്വീകരിക്കുന്നു. രാജകീയമായ സ്വീകരണമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ നാളെ വിവാഹമാണ്. വിവാഹത്തിന്റെ തലേ ദിവസത്തെ കാര്യങ്ങളും കണ്ണകിക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും മേടിക്കുന്ന കാര്യങ്ങളും, ആ ആഭരണങ്ങളുടെ സൗന്ദര്യവും വസ്ത്രങ്ങളുടെ സൗന്ദര്യവും അത് ഇട്ടു നിൽക്കുന്ന കണ്ണകിയുടെ സൗന്ദര്യവുമാണ് നാളത്തെ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. സർവമംഗളമംഗല്യേ എന്നുള്ള നാമം നിങ്ങൾ നാളെ 7 തവണ ജപിക്കണം. ഭഗവതിയെ നമസ്കരിക്കണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു നാമം പറഞ്ഞു തരാം. ആ നാമം നിങ്ങൾ 108 തവണ അല്ലെങ്കിൽ 1008 തവണ ജപിക്കണം. സർവമംഗളമംഗല്യേ എന്ന് തുടങ്ങുന്ന ദേവിയുടെ ധ്യാന ശ്ലോകം ജപിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന നാമം ജപിക്കാം. ഈ നാമത്തിനു മുമ്പോ അതിനു ശേഷമോ നിങ്ങൾക്ക് ദുർഗാ സപ്തശ്ലോകി അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ഇതൊക്കെ തന്നെ ജപിക്കാവുന്നതാണ്. അതിൽ തന്നെ ദുർഗാ സപ്തശ്ലോകി ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, 7 തവണ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ദുർഗാ സപ്തശ്ലോകിയുടെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. നമ്മുടെ തന്നെ ഒരു കുട്ടി, നമ്മുടെ മാധവത്തിലെ ഒരു കുട്ടി ആര്യ പാടിയിട്ടുണ്ട് മനോഹരമായ രീതിയിൽ. അത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. മിക്ക ദിവസവും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉദയം, അസ്തമയം, അതുപോലെ ബ്രഹ്മമുഹൂർത്തം, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചാനലിലൂടെ, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് പണച്ചിലവൊന്നുമില്ല. ആ ലിങ്കിൽ നിങ്ങൾ കയറി ജോയിൻ ചെയ്താൽ മാത്രം മതി. കാർത്യായനി മഹാമായേ മഹായോഗിന്യാധീശ്വരി നന്ദഗോപസുതാം ദേവി പതിമേ കുരുത്തേ നമഃ. ഇതാണ് നാമം. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന എല്ലാവരും തന്നെ ഈ നാമം ജപിക്കാവുന്നതാണ്. ദേവിയുടെ വിവാഹമാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ്. നല്ല വിവാഹം ഉണ്ടാകണം, വിവാഹ ജീവിതം സന്തുഷ്ടമായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ പോലും നാളത്തെ ദിവസം അല്ലാതെ തന്നെ ആരാണോ വിവാഹത്തിന് തയ്യാറെടുക്കുന്നത്, വിവാഹം ആലോചിക്കുന്നത്, ആർക്കാണോ വിവാഹം ആലോചിക്കുന്നത്, അങ്ങനെയുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികളൊക്കെ തന്നെ കാർത്യായനി ദേവിയെ ഈ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല വിവാഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി ഗോപസ്ത്രീകൾ കാർത്യായനി പൂജ നടത്തി എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാമം നാളത്തെ ദിവസം ഭഗവതിക്ക് വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി 108 തവണ അല്ലെങ്കിൽ 1008 തവണ ജപിക്കുക.
വിളക്ക് തെളിയിച്ചു വെച്ച് സന്ധ്യാസമയത്ത് ജപിക്കാവുന്നതാണ്. അതിരാവിലെയും ജപിക്കാവുന്നതാണ്. ഭഗവതിയുടെ വിവാഹ ചടങ്ങുകളായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ നാളത്തെ ദിവസം മുഴുവൻ ഉണ്ടാകേണ്ടത്. അടുത്ത ദിവസം വിവാഹമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നാളെ നിങ്ങളുടെ മനസ്സിൽ മുഴുവനും നടക്കേണ്ടത്. ഒരു വിവാഹ വീടിന്റെ തലേ ദിവസം, നാളെ വിവാഹമാണ്, തലേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുമോ ആ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കണം. നാളത്തെ ദിവസം ഒരു കല്യാണ വീട്ടിലാണ് നിങ്ങൾ, പിറ്റേ ദിവസം കല്യാണമാണ്, ദേവിയുടെ തോഴിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അമ്മയാണ്, മകളുടെ വിവാഹമാണ്, എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ സങ്കല്പിക്കണം എന്നുള്ളത്. ദേവിക്ക് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുകയും ആഭരണങ്ങൾ അണിയിക്കുകയും തലയിൽ പൂക്കൾ ചൂടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് തമാശകൾ പറഞ്ഞ് നല്ല ആഹാരങ്ങൾ കഴിപ്പിച്ചുകൊണ്ട് വരുന്ന അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നാളെ മുഴുവനും ഓടി നടക്കണം. കോവലൻ വരുന്നത് നിങ്ങൾ മട്ടുപ്പാവിൽ നിന്ന് കണ്ണകിക്ക് കാണിച്ചു കൊടുക്കണം. ആ സമയത്ത് കണ്ണകിയുടെ മുഖത്തുണ്ടാകുന്ന നാണം നിങ്ങളുടെ മനസ്സിലേക്കും ഉണ്ടാകണം. അവളുടെ ആഭരണങ്ങൾ, അവളുടെ വസ്ത്രങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു കല്യാണ വീട്ടിലായിരിക്കണം നിങ്ങളുടെ മനസ്സ് മുഴുവനും നാളെ. ആർക്കങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ഇടണം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഭാവം എന്താണ് എന്നുള്ള കാര്യവും നിങ്ങൾ കമന്റ് ഇടണം. ഞാൻ പറഞ്ഞ ഈ നാമം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആറ്റുകാൽ പൊങ്കാല ഇട്ടാലും ഇട്ടില്ലെങ്കിലും, വ്രതമെടുത്താലും ഇല്ലെങ്കിലും ഭഗവതിയുടെ കൂടെ യാത്ര ചെയ്യുക ഇനിയുള്ള 9 ദിവസങ്ങൾ. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എത്ര പേർക്ക് അതിന് സാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകും. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.